വയനാട് ജില്ലയെ അടക്കമുള്ള മലയോര മേഖലയിലുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വന്യജീവി സംഘർഷം. അതിനെ AI സാങ്കേതിക വിദ്യ കൊണ്ട് എതിരിടാനുള്ള നൂതനമായ ആശയമാണ് വനംവകുപ്പ് കൽപ്പറ്റയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ ആദ്യ AI ഫെൻസിംഗ് ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആനക്കൂട്ടത്തെ തുരത്താൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI ഫെൻസിംഗ് ഒരുക്കിയിരിക്കുകയാണ് വനംവകുപ്പിന്റെ സ്റ്റാളിൽ. വയനാട് ഇരുളത്ത് സ്ഥാപിച്ച ആദ്യ AI ഫെൻസിംഗ് ആണ് പ്രദർശനത്തിലുള്ളത്. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ കാരണങ്ങളും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. വനംവകുപ്പിന്റെ 10 മിഷനുകൾ, ബോധവൽക്കരണ വീഡിയോകൾ എന്നിവയുടെ LED പ്രദർശനവുമുണ്ട്. കുങ്കിയാനയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ ലഭ്യമാണ്. നമ്മുടെ തീം ഫോറസ്റ്റ് ഫോർ പീപ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വനവും വന്യജീവികളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഭൂമിയുടെ ഒരു സുഗമമായ നിലനിൽപ്പിന് ഇത് രണ്ടിനും പ്രധാന പ്രാധാന്യമുണ്ട്. പക്ഷേ വന്യമൃഗ ശല്യം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ വനം വകുപ്പ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ എത്താതിരിക്കാനുള്ള പല അത്യാധുനിക പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുക, ജലത്തിൻ്റെ ഉറവിടമായ വനം സംരക്ഷിക്കേണ്ട പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ള ഒരു തീമാണ് ഞങ്ങൾ ഉള്ളിൽ ഒരുക്കിയിട്ടുള്ളത്. വനത്തിനുള്ളിൽ തയ്യാറാക്കിയിട്ടുള്ള സോളാർ ഫെൻസിംഗ്, ഹാങ്ങിങ് ഫെൻസിംഗ്, പവർ ഫെൻസിംഗ്, ട്രിപ്പ് അലാറം, പിറ്റ്സ് ഏർലി വാർണിംഗ്, ക്യാമറ ട്രാപ്പ് എന്നിവയും ഫോറസ്റ്റ് മിനിയേച്ചറിലൂടെ ഒരുക്കിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ RRT സംഘം ധരിക്കുന്ന സേഫ്റ്റി ജാക്കറ്റിന്റെ പൂർണ്ണരൂപവും കാണികളെ ആകർഷിക്കുന്നുണ്ട്. സ്റ്റാളിന് പുറത്ത് വനവകുപ്പ് വിഭാഗം ഉപയോഗിക്കുന്ന വല, തോക്കുകൾ, ഫയർ ബീറ്റർ, ബസൂക്ക, ബ്ലോവർ, മയക്കുവെടി വെക്കുന്നതിനുള്ള ഇഞ്ചക്ടർ എന്നിവ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വനശ്രീയുടെ പ്രത്യേക സ്റ്റാളും സജ്ജീകരിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, വയനാട്.